ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. മനസ്സുകൊണ്ട് തോൽക്കുന്ന തോൽവിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി എന്നും മനസ്സുകൊണ്ട് ജയിക്കുമ്പോഴാണ് ശരിക്കും ജയിക്കുന്നതെന്നും മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതിന് കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട മറ്റൊരു കാരണമാണ്. ശരീരം കൊണ്ട് കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകാം. അങ്ങനെ ചെയ്താൽ ശരീരം കൂടുതൽ ക്ഷീണിക്കാൻ തുടങ്ങും. മനസ്സിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് വളരെ അപാരമാണ്. മനസ്സിൻ്റെ ശക്തി വളരെ വ്യത്യസ്തമാണ്. മനസ്സിൻ്റെ യഥാർത്ഥത്തിലുള്ള ശക്തി നീ മനസ്സിലാക്കാൻ എപ്പോഴാണോ നിനക്ക് പറ്റുന്നത് അപ്പോൾ മുതൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റതായി ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് മനഃശക്തി. അത് വലിയ ശക്തിയാണ്. നമ്മളിലേക്ക് സദാ ഒഴുകിയിറങ്ങുന്ന മനഃശക്തി, ദൈവികമായ ശക്തി. അതിശക്തനായിട്ടുള്ള ഇങ്ങനെയുള്ള മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ സാധാരണ രീതിയിൽ നോക്കിയാൽ അത് നടക്കില്ല. അതിന് നീണ്ട കാലത്തെ തുടർച്ചയായിട്ടുള്ള ചിട്ടയായിട്ടുള്ള പരിശീലനം വളരെ അത്യാവശ്യമാണ്. വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാം. നമ്മുടെ ചുറ്റും നടക്കുന്ന അനാവശ്യ കാര്യങ്ങളിൽ മനസ്സ് ഉടക്കരുത്, അതിൽ തലയിടരുത്. അത് ആ വഴിക്ക് പൊക്കോട്ടെ എന്ന് നമുക്ക് കണക്കൂട്ടണം. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് കൂടുതൽ ആലോചിച്ച് വിഷമിക്കുന്ന ഒരവസ്ഥിതി ഉണ്ടാകും. അതിൽ നമ്മൾ ഒരിക്കലും തലയിടാൻ പാടില്ല. അത് നമ്മളുടെ ചിന്താഗതി എപ്പോഴും നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചായിരിക്കണം. എപ്പോഴും വലിയ സ്വപ്ന സാക്ഷാത്കാരമായിട്ടുള്ള ജോലി, അതിൽ മനസ്സിനെ സദാ വ്യാപൃതമാക്കുക. അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക. അതെങ്ങനെ നേടിയെടുക്കാം, അത് നേടിയെടുക്കാൻ ഏത് വഴി പോയാൽ ശരിയാക്കിയെടുക്കാൻ പറ്റും, അത് ആരെക്കൊണ്ടൊക്കെ നമുക്ക് പോയി കണ്ടാൽ ശരിയാക്കിയെടുക്കാൻ പറ്റും, ഇത് നല്ല രീതിയിലാണോ നമ്മൾ പോകുന്നത് അതോ മോശം രീതിയിലാണോ എന്നുള്ളത് നമുക്ക് നോക്കി ശരിയാക്കാൻ പറ്റും. നമുക്കൊരു ഉദാഹരണം നോക്കാം. മനസ്സിന് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ പറ്റില്ല. മദ്യപാനികളുടെ കാര്യം നോക്കൂ. അവർ മദ്യം ധാരാളം കുടിക്കുന്നു. മദ്യം അവരെ ഭരിക്കുന്നു. കുടിക്കുന്ന സമയമാകുമ്പോൾ മൈൻഡ് അവരെ കൺട്രോൾ ചെയ്യുന്നു. ശരീരത്തിന് അത് നല്ലതാണോ ചീത്തയാണോ എന്നും മൈൻഡിന് മനസ്സിലാക്കാൻ കഴിയില്ല. അത് നമ്മൾ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് പോലെ ആയിരിക്കണം. മൈൻഡ് നിങ്ങളെയല്ല കൺട്രോൾ ചെയ്യേണ്ടത്, നിങ്ങൾ മൈൻഡിനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിച്ചാലാണ് നമുക്ക് ഗുണമുണ്ടാവുക എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിച്ച് മൈൻഡിനെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഒരു കമ്പ്യൂട്ടറിനെ എങ്ങനെ പഠിപ്പിക്കാമോ അതുപോലെ തന്നെ. അതിന് കഴിവില്ലാത്തവർ മുഴുവൻ സമയമായിട്ടുള്ള അല്ലെങ്കിൽ മുഴുവൻ സമയ മദ്യപാനികളായിരിക്കും. നമ്മൾ സ്വന്തമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക, വളരെ സത്യസന്ധമായിട്ട് അവയ്ക്ക് പോസിറ്റീവായി ഉത്തരം കണ്ടെത്തുക, എന്നിട്ടതിൽ ആനന്ദം കണ്ടെത്തുക. അപ്പോൾ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാനാകും. അമിതമായിട്ടുള്ള സൗന്ദര്യം സീതാദേവിക്കും അമിതമായിട്ടുള്ള ദാനധർമ്മം കർണൻ്റെയും മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമിതമായത് എല്ലാം തന്നെ ഉപേക്ഷിക്കണം, നിർത്തണം. നമ്മുടെ ചിന്തയും അതുപോലെയാണ്. അമിതമായാൽ അത് വിഷമാണ്. അതുകൊണ്ട് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.